വൃക്കരോഗം മൂർച്ഛിച്ച് ഡയാലിസിസിന് വിധേയരാകേണ്ടി വരുന്നതിൽ ഭൂരിഭാഗവും പ്രമേഹ രോഗികളാണ്. എന്താണ് പ്രമേഹ രോഗികളുടെ വൃക്ക നശിക്കാൻ കാരണം? പ്രമേഹം വൃക്കയെ ബാധിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ നേരത്തെ കണ്ടെത്താം? പ്രമേഹ രോഗികൾ വൃക്കരോഗം മൂർച്ഛിച്ച് ഡയാലിസിസ് വേണ്ടിവരുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? ഈ ഡയബറ്റിക് പേഷ്യൻ്റ് റീനൽ ഫെയിലിയറിലേക്ക് പോകാൻ കാരണം ശരിക്കും നമ്മളത് നേരത്തെ കണ്ടെത്താത്തത് കൊണ്ടാണ്. ശരിക്കും നമുക്ക് നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അത് കണ്ടെത്താത്തതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഡയബറ്റീസ് നമ്മൾ ഗ്ലൂക്കോസ് നോക്കി ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്നറിയാം. പക്ഷേ കിഡ്നി രോഗം വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പം കിഡ്നി രോഗം വരുന്നതിനുള്ള നമ്മൾ ഏറ്റവും ഏർലി തിരിച്ചറിയാവുന്ന ഡയബറ്റിക് പേഷ്യൻസിന് കിഡ്നിക്ക് പ്രോബ്ലം വരുന്നുണ്ടോ എന്നറിയാൻ ഒന്ന് GFR നോക്കുക എന്നുള്ളതാണ്. അപ്പം പിന്നെ ഉള്ളത് യൂറിക് ആസിഡ് കൂടുതലുള്ള പേഷ്യൻസ് എപ്പോഴും ശ്രദ്ധിക്കണം. അത് ചിലപ്പം കിഡ്നിയുടെ പ്രോബ്ലം കൊണ്ടായിരിക്കും യൂറിക് ആസിഡ് കൂടുന്നത്, പ്രത്യേകിച്ച് പ്രമേഹ രോഗികളിൽ. പിന്നെ മൂത്രത്തിൽ ആൽബുമിൻ പോകുന്നുണ്ട്. അപ്പോൾ മൂത്രത്തിലാണെങ്കിൽ പത വരുന്നുണ്ടോ എന്ന് നോക്കി മൂത്രം ഒഴിക്കുമ്പം പതയുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം പ്രോട്ടീൻ കൂടുതൽ പോകുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ ഇപ്പം നമുക്ക് സെൽഫ് കണ്ടുപിടിക്കാൻ പിന്നെ എന്നുള്ള കാര്യങ്ങളാണ് ഈ പതയൊക്കെ പറയുന്നത്. പിന്നെ നമുക്ക് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് അതിനകത്ത് വരുന്നതാണ് ക്രിയാറ്റിന്, GFR. പക്ഷേ യൂഷ്വലി ഇവിടുത്തെ റീനൽ ഫങ്ഷൻ ടെസ്റ്റിൽ പലപ്പോഴും GFR നോക്കി പറയാറില്ല, ക്രിയാറ്റിൻ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ക്രിയാറ്റിൻ നോർമൽ റേഞ്ച് ആണെങ്കിൽ എല്ലാവരും കരുതും ക്രിയാറ്റിൻ ഓക്കെയാണ്, കിഡ്നിക്ക് കുഴപ്പമില്ലാന്ന്. ക്രിയാറ്റിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ റേഞ്ചിലുള്ളപ്പോൾ തന്നെ ഗ്രേഡ് 1 ഓർ ഗ്രേഡ് 2 റീനൽ ഫെയിലിയറിലേക്ക് എത്തിയാലും ക്രിയാറ്റിൻ നോർമലായിട്ട് നിൽക്കും. യൂഷ്വലി ഗ്രേഡ് 3 എത്തിക്കഴിയുമ്പോഴേക്ക് ക്രിയാറ്റിൻ കൂടാൻ തുടങ്ങുള്ളൂ. പിന്നെ നമ്മൾ സിംറ്റംസ് ഗ്രേഡ് 5 കിഡ്നി ഡിസീസ് ഗ്രേഡ് 5 എത്തിക്കഴിഞ്ഞാൽ പോലും പലപ്പോഴും ക്രിയാറ്റിൻ നമ്മൾ സിംറ്റമാറ്റിക് ആവില്ല. നീരൊക്കെ വരാൻ തുടങ്ങുന്നത് 5 എത്തി, ശരിക്കും ക്രിയാറ്റിൻ ഒരു 3ക്ക് മുകളിൽ ഒരു 4 എത്തുമ്പോഴേക്കും റീനൽ ഫെയിലിയർ സ്റ്റേജ് 5 എത്തിയിട്ടുണ്ടാകും. പക്ഷെ അപ്പോഴും നമുക്ക് സിംറ്റംസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അതും കഴിഞ്ഞ് ഒരു ക്രിയാറ്റിൻ ഒരു 8ഉം 9ഉം 10ഉം ചിലർക്ക് 11, 12 എത്തിക്കഴിയുമ്പോൾ, അത് ഓരോരുത്തരുടെയും ടോളറബിലിറ്റി ഉണ്ട്, അത്ര എത്തിക്കഴിയുമ്പോഴായിരിക്കും നമ്മൾ കിഡ്നി പ്രോബ്ലം ആണെന്ന് അറിയുന്നത്. അപ്പം 10, 12 ക്രിയാറ്റിൻ എത്തുമ്പോഴേക്കും യൂറിയയും ഒത്തിരി കൂടിയിട്ടുണ്ടാകും. യൂറിയയും കൂടി, യൂറിക് ആസിഡും കൂടി, വെള്ളം കെട്ടാൻ തുടങ്ങും. അപ്പോഴാണ് നീര് വരാൻ തുടങ്ങുന്നത്. കിഡ്നിക്ക് യൂറിനും പുറത്തേക്ക് വിടാൻ പറ്റാത്ത, വെള്ളവും പുറത്തേക്ക് കളയാൻ പറ്റാതെ വരുമ്പോൾ നീര് കെട്ടാൻ തുടങ്ങും. അല്ലെങ്കിൽ ചിലപ്പം ഛർദ്ദിക്കാൻ വരും. ഈ യൂറിക് ആസിഡും ക്രിയാറ്റിനും ഒക്കെ കൂടുന്ന വൊമിറ്റിംഗ് വന്നു കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നോക്കുമ്പോഴായിരിക്കും റീനൽ ഫെയിലിയർ എത്തിയെന്നറിയുന്നത്. പക്ഷെ നമ്മൾ ആ നിലയിൽ എത്താനുള്ള ഇട കൊടുക്കരുത്. പ്രത്യേകിച്ചും നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിന് അറിയാമല്ലോ അവരുടെ കിഡ്നിക്ക് ഡാമേജ് വരാമെന്നുള്ളത്. അപ്പോൾ അവർ നേരത്തെ തന്നെ അത് റീനൽ ഫങ്ഷൻ നോക്കുക, GFR നോക്കുക, മൂത്രത്തിൽ ആൽബുമിൻ പോകുന്നുണ്ടോ എന്ന് നോക്കുക, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇവിടെ മാത്രമല്ല, US നടത്തുന്ന, അമേരിക്കയിൽ നടത്തുന്ന പഠനങ്ങളും കാണിക്കുന്നത് 5-ാം സ്റ്റേജിലുള്ള 40% പേരിലും ഈ കിഡ്നി ഫെയിലിയറിൻ്റെ 5th സ്റ്റേജിലുള്ളവർ പോലും അവർ അറിയുന്നില്ല എന്നുള്ളതാണ്. അവർ പേഷ്യൻ്റ് ഈസ് നോട്ട് അവെയർ. അപ്പം എല്ലായിടത്തും നമുക്ക് ഇപ്പോൾ സ്ക്രീനിങ്ങിൻ്റെ പാർട്ടായിട്ട് കൊളസ്ട്രോൾ നോക്കാനും ഷുഗർ നോക്കാനും ഒക്കെയുള്ള വകുപ്പുണ്ട്, BP ഒക്കെ നോക്കും. പക്ഷേ ഈ GFR നോക്കുന്നില്ല എന്നുള്ളതാണ് ഒന്ന്. അതുപോലെ തന്നെ യൂറിൻ ടെസ്റ്റിലും പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല, ടെസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോവുമോ, അത് നമുക്ക് സിമ്പിൾ യൂറിൻ ടെസ്റ്റ്, ജസ്റ്റ് സ്റ്റിക്ക് ടെസ്റ്റ് നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുന്നതിൽ തന്നെ അറിയാവുന്നതേ ഉള്ളൂ. യൂറിനിൽ പ്രോട്ടീൻ ലോസ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ യൂറിൻ ആൽബുമിൻ RBCs കാണുന്നുണ്ട്. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവർക്ക്, റിപ്പീറ്റഡായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവരും നമ്മൾ കിഡ്നി പ്രോബ്ലം നോക്കണം. പല ഡയബറ്റിക് പേഷ്യൻസ്, പ്രത്യേകിച്ച് ലേഡീസിന് യൂറിനറി ഇൻഫെക്ഷനും വരും. അപ്പോൾ അത് വീണ്ടും കിഡ്നി രോഗത്തിലേക്ക് പോകാനുള്ള ചാൻസ് കൂട്ടുമായിരിക്കും ചെയ്യുന്നത്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെ കണക്ക്, ഞാൻ ഇന്ത്യയിലെ കണക്കല്ല പറയുന്നത്, നമ്മുടെ 1/3 ഓഫ് ദ പോപ്പുലേഷനേ ഉള്ളൂ, 1/3 ഓഫ് ദ ഉള്ളു പോപ്പുലേഷൻ അമേരിക്കയിൽ. അവിടെ ഓരോ ദിവസവും 360 പേഷ്യൻസ് റീനൽ ഡയാലിസിസിലേക്ക് പുതിയതായിട്ട് ഡയാലിസിസ് തുടങ്ങുന്നു എന്നുള്ളതാണ്. 360 പേഷ്യൻ്റ് ഡേ.
അപ്പോൾ നമുക്കറിയാം ഒരു വർഷമാകുമ്പോഴേക്കും എത്ര പേര് ഡയാലിസിസിലേക്ക് കയറുന്നെന്നുള്ളത്. അതിൽ 4 പേരും 3 പേരും ഡയബറ്റിക് പേഷ്യൻസ് ആണെന്നുള്ളതാണ്. അതാണ് അവിടുത്തെ കണക്ക് കാണിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് ഈ ഡയബറ്റിക് പേഷ്യൻസ് ഇത്രയും കിഡ്നി ഡാമേജ് വരുന്നത്? അതിന് 2 റീസൺസ് ആണ് വരുന്നത്. ഒന്ന് ഗ്ലൂക്കോസ് കൂടുന്നത്, 2 ഇൻസുലിൻ കൂടുന്നത്. നമ്മൾ ഡയബറ്റിക് പേഷ്യൻസ് എല്ലാവരും കരുതുന്നത് എനിക്ക് ഇൻസുലിൻ കുറവുകൊണ്ടാണ് ഞാൻ ഇൻസുലിൻ ഇഞ്ചെക്ഷൻ എടുക്കുന്നതെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 90% ഡയബറ്റിക് പേഷ്യൻസും ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. അതിൽ ഇൻസുലിൻ്റെ അളവ് കൂടുതലാണ്. അപ്പം ഇൻസുലിൻ കൂടുന്നതും കിഡ്നിക്ക് രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരും. ഗ്ലൂക്കോസ് കൂടുമ്പോഴും രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരും. ഈ ഇൻസുലിനും ഗ്ലൂക്കോസും കൂടെ രണ്ടും കൂടെ നമ്മളുടെ രക്തക്കുഴലുകളെ ഡാമേജ് ചെയ്യുന്നതുകൊണ്ടാണ് കിഡ്നിക്ക് ഡാമേജ് വരുന്നത്. കിഡ്നിക്ക് പറയുമ്പോൾ നമ്മൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്നാണല്ലോ നമ്മൾ GFR പറയുന്നത്. ഗ്ലോമറുല എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഫിൽറ്ററാണ്. ഈ ഫിൽറ്ററിനകത്ത് കുറച്ച് നേരിയ രക്തക്കുഴലുകൾ ഇങ്ങനെ ചുരുങ്ങി ചുറ്റി കിടക്കുകയാണ്, ഒരു ബോള് പോലെയായിട്ട് കിടക്കുകയാണ്. അതിൽ നിന്നാണ് ഫിൽറ്റർ ചെയ്ത് ട്യൂബ്യൂൾസിലേക്കൊക്കെ പോകുന്നത്. അപ്പം ഈ രക്തക്കുഴലുകൾക്ക് വരുന്ന ഡാമേജാണ്. അതുപോലെ ഈ നേരിയ രക്തക്കുഴലുകൾ ഈ ട്യൂബ്യൂൾസിനെ ചുറ്റിയും പോകുന്നുണ്ട്. അപ്പം ഈ നേരിയ രക്തക്കുഴലുകൾക്ക് വരുന്ന ഡാമേജാണ് കിഡ്നി ഫെയിലിയറിലേക്ക് എത്തിക്കുന്നത്. ഡയബറ്റീസിലെ ഗ്ലൂക്കോസും ഇൻസുലിനും ഒരുപോലെ അതിന് ഡാമേജ് വരുത്തുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഈ സെയിം മെക്കാനിസം തന്നെയാണ് നമ്മുടെ കണ്ണിലെ രക്തക്കുഴലുകൾക്കും വരുന്നത്. കണ്ണിലും നമ്മൾ കാഴ്ച കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയുള്ളൂ. ഡയബറ്റീസ് കൊണ്ട് വരുന്ന റെറ്റിനോപ്പതി വരുന്നത് കംപ്ലീറ്റ് കാഴ്ച എത്തിക്കഴിയുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. അതിന് നമ്മൾ ഒഫ്താൽമോളജി ഫണ്ടസ് ചെക്ക് ചെയ്ത് ഫണ്ടസ് നമ്മൾ മരുന്നൊഴിച്ച് ഒഫ്താൽമോസ്കോപ്പ് വെച്ച് ഡോക്ടർക്ക് ഉള്ളിലേക്ക് നോക്കുമ്പോൾ അത് നേരത്തെ തിരിച്ചറിയാൻ പറ്റും. കിഡ്നിയുടെ അറിയണമെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു ഡോക്ടറുടെ ഹെൽപ്പും കൂടെ വേണം. കിഡ്നിയുടെ അറിയാൻ നമുക്കൊന്നും വേണ്ട. കേരളത്തിലെ എല്ലാ മുക്കിനും മൂലയിലെന്ന് പറഞ്ഞതുപോലെ ലാബുകളുണ്ട്. ടെസ്റ്റ് ചെയ്താൽ GFR ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മൂത്രത്തിൽ ആൽബുമിൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. അത് വെച്ച് വളരെ നേരത്തെ തന്നെ തിരിച്ചറിയാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് ചോദ്യം വരുന്നത്. തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കിഡ്നി പ്രോബ്ലം ഉള്ളവർക്ക് നമ്മൾ ഈ കഴിക്കുന്ന മരുന്നും ദോഷം ചെയ്യും. പല ഡയബറ്റിക് പേഷ്യൻസും കിഡ്നി ഫെയിലിയറിലേക്കൊക്കെ പോകുന്നത് ഡയബറ്റീസ് അറിഞ്ഞു കഴിഞ്ഞ് വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു, ഇൻസുലിനും എടുത്തുകൊണ്ടിരുന്നു. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ കിഡ്നി ഫെയിലിയറിലേക്ക് പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻസ് ആണ് എപ്പോഴും റീനൽ ഫെയിലിയറിലേക്ക് പോകുന്ന ഒരു മേജർ പാർട്ട്. അതുകളൊക്കെ ടൈപ്പ് 1 ഡയബറ്റീസ് എന്നൊക്കെ പറയുന്നത് വെരി ഫ്യൂ ആണ്. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് 100% റിവേഴ്സിബിൾ ആണ്. പേഷ്യൻ്റ് ഡയറ്റ് ചെയ്യാനും എക്സസൈസ് നോക്കാനും വില്ലിങ് ആണെങ്കിൽ 100% റിവേഴ്സിബിൾ അസുഖമാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. അതിൻ്റെ കാരണം ഇൻസുലിൻ്റെ കുറവല്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണം നമുക്ക് എക്സസൈസ് ഇല്ലായ്മയും നമ്മളുടെ മേത്തടിഞ്ഞു കൂടുന്ന കൊഴുപ്പുമാണ്. അപ്പോൾ ഈ എക്സസ് കൊഴുപ്പ് കളയും, ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റും ഫാറ്റും കഴിക്കാതിരിക്കുകയും ചെയ്താൽ നമുക്കത് 100% മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പം ഡയബറ്റിക് ആണെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻസുലിൻ ഡയബറ്റിക് മെഡിസിൻസ് എല്ലാം തന്നെ ഇൻസുലിൻ്റെ അളവ് കൂട്ടുന്ന മരുന്നുകളാണ്. അപ്പോൾ ഇൻസുലിൻ്റെ അളവ് കൂട്ടുന്നത് ഇൻസുലിൻ തന്നെ കിഡ്നിക്ക് ഡാമേജ് ചെയ്യും, രക്തക്കുഴലുകൾക്ക് ഡാമേജ് ചെയ്യും. അപ്പം ഇൻസുലിൻ പിന്നെ നമ്മൾ ഇൻസുലിൻ തന്നെ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഒഴിവാക്കി നമ്മൾ ഡയറ്റും ഫുഡിൽ കൺട്രോൾ ചെയ്യുകയും എക്സസൈസ് ചെയ്ത് നമുക്ക് ഡയബറ്റീസിനെ തന്നെ മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഡയബറ്റീസ് റിവേഴ്സിബിൾ ആണ്, റിവേഴ്സ് ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ഡയബറ്റീസിനെ നമ്മൾ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കും? ചിലരുണ്ട് 10 ഡയബറ്റീസ് ആണെങ്കിലും ഒരു സിംറ്റംസിലേക്ക് വരുമ്പോഴേക്കും ഒത്തിരി കൂടിയിട്ടുണ്ടാവും. വർഷങ്ങളായിട്ട് ഡയബറ്റിക് ആയിട്ട് നടന്നാലാണ് പലപ്പോഴും ഇപ്പം നമ്മൾ ഉണങ്ങാത്ത മുറിവ് വന്ന് ഡയബറ്റീസ് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ എപ്പോഴും മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്നു, എപ്പോഴും വെള്ളം കുടിക്കുക, അങ്ങനെയുള്ളൊരു സിംറ്റം. പോളിയൂറിയ, പോളിഡിപ്സിയ, എപ്പോഴും ദാഹം വരും, എപ്പോഴും മൂത്രം ഒഴിക്കണമെന്ന് തോന്നും. പിന്നെ പോളിഫാജിയ, എപ്പോഴും ഭക്ഷണം കഴിക്കണമെന്ന് തോന്നും. അങ്ങനെയുള്ള സിംറ്റംസ് വരികയോ അല്ലെ കാലിൽ ഉണങ്ങാത്ത വ്രണം വരികയൊക്കെ ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഇന്നത്തെ മെഡിക്കൽ ഫെസിലിറ്റീസ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ മലയാളികളെ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ മുക്കിലും മൂലയിലും ലാബുണ്ട്, നമുക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യാം. ആക്ച്വലി ഷുഗർ അല്ല നമ്മൾ ആദ്യം കൂടുന്നത്, ടൈപ്പ് 2 ഡയബറ്റീസിൽ ആദ്യം കൂടുന്നത് ഇൻസുലിനാണ്. ഇൻസുലിൻ കൂടി പിന്നെ HbA1c കൂടാൻ തുടങ്ങും.
അതായത് 3 മാസത്തെ ആവറേജ് നോക്കുന്നത്. അത് രണ്ടും ടെസ്റ്റുകളാണ് നമ്മൾ പ്രീ ഡയബറ്റിക് ആണോ എന്ന് അറിയാനായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഷുഗർ നോക്കുന്നത്, ഷുഗർ എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മളെന്തായാലും ലാബിലൊക്കെ പോയി ഒരു ടെസ്റ്റൊക്കെ ചെയ്യാൻ നോക്കുമ്പോൾ അതിന് മുമ്പ് നമ്മൾ ഒന്ന് ഭക്ഷണമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെ പോയി നോക്കി ഒരു ടെസ്റ്റ് നോക്കുന്നതിൽ അർത്ഥമില്ല, ഡയബറ്റീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്രത്യേകിച്ച്. കിഡ്നിയുടെ കാര്യത്തിൽ നമുക്ക് പിന്നെ അതിപ്പോലും നമ്മൾ ഫുഡ് കൺട്രോൾ വന്നു കഴിയുമ്പോഴേക്കും കിഡ്നി ഫങ്ഷനിലും വേരിയേഷൻ വരും. ഇതെല്ലാം നമ്മുടെ ഭക്ഷണവും എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഒരു റാൻഡമായിട്ട് പ്രത്യേക ഫുഡ് കൺട്രോളൊന്നും നോക്കാതെ തന്നെ ഷുഗർ നോക്കുക, ഇൻസുലിൻ നോക്കുക, SbA1c നോക്കുക. അപ്പം നമുക്ക് ഡയബറ്റീസിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. കിഡ്നി ഡിസീസിനെ കുറിച്ചാണെങ്കിൽ ഒരു റീനൽ ഫങ്ഷൻ ടെസ്റ്റ് നോക്കുക. അതിനകത്ത് GFR കൂടെ, സാധാരണ ഒന്നാലും കാണുകയല്ല, GFR ചോദിച്ച് GFR കൂടെ വേണമെന്ന് പറഞ്ഞ് ചോദിച്ച് ചെയ്താലേ പലപ്പോഴും പല ലാബും ആ റിപ്പോർട്ട് തരുള്ളൂ. അപ്പോൾ GFR 90-ന് മുകളിലാണ്, RFTയിലെ എല്ലാ പാരാമീറ്റേഴ്സും ഓക്കെയാണ്, യൂറിനിലും ആൽബുമിനോ യൂറിൻ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റിൽ ഇപ്പോൾ RFT നോക്കുമ്പോൾ യൂറിക് ആസിഡ് കൂടുതലാണ്, അതിൻ്റെ അർത്ഥം കിഡ്നിക്ക് ബാക്കിയുള്ള എല്ലാം ശരിയാണെങ്കിലും യൂറിക് ആസിഡ് കൂടുതലാണെങ്കിൽ അവർ സൂക്ഷിക്കണം. അവർക്ക് കിഡ്നി ഒരു സ്റ്റേജ് 1 ആണത്. അപ്പം സ്റ്റേജ് 1 എത്തുമ്പോഴേക്കും തന്നെ നമ്മൾ റീനൽ ഫങ്ഷൻ ഏകദേശം 50% താഴെ ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു കിഡ്നി ഫങ്ഷൻ ഉള്ളവർക്കും ഈ RFTയിൽ ഒന്നും കൂടേണ്ട കാര്യമില്ല. GFR 90-ന് മുകളിലായിരിക്കും. ഇപ്പോൾ യൂറിൻ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. ഈവൻ യൂറിന് ക്രിസ്റ്റൽസ് കാണിക്കുകയാണെങ്കിൽ അതിന് മനസ്സിലാക്കണം റീനൽ സ്റ്റോണിന് സാധ്യതയുണ്ടെന്നുള്ളത്. പിന്നെ എന്തെങ്കിലും റീനൽ സ്റ്റോൺ വന്നിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ, അതുപോലെ ലിത്തോട്രിപ്സി പോലെയുള്ള ഈ പൊടിച്ച് കളയുന്ന അൾട്രാസൗണ്ട് വേവ്സ് വെച്ച് പൊടിക്കുമ്പം, ഓരോ പ്രാവശ്യം അൾട്രാസൗണ്ട് വേവ് വെച്ച് പൊടിക്കുമ്പോഴും കുറേ കിഡ്നിയുടെ ഗ്ലോമറുലസ് കിഡ്നിയും കൂടെ ഡാമേജ്ഡ് ആവുകയാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ റീനൽ സ്റ്റോൺ വന്നു അത് തന്നെ പോയാലും, സ്റ്റോൺ പൊടിച്ച് കളയേണ്ട വന്നാലും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കിഡ്നിക്കും കൂടെ പ്രോബ്ലം ഉണ്ട്, ഇനി വരാതെ നോക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഇതെല്ലാം ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. കിഡ്നി സ്റ്റോൺ വരുന്നതും നമ്മുടെ ഭക്ഷണത്തിലെ തെറ്റുകൾ കൊണ്ടാണ്. കറക്റ്റായിട്ട് ഫുഡ് നമ്മൾ മാനേജ് ചെയ്യുകയും, പ്രത്യേകിച്ച് വെള്ളം കുടിക്കാത്ത, ശരിക്കും പറഞ്ഞാൽ റീനൽ സ്റ്റോണിൻ്റെ ഒരു മേജർ കാരണം വെള്ളം കുടിക്കുന്നത് കുറവാണ്. വെള്ളത്തിൻ്റെ കുറവ് കൊണ്ടും സോൾട്ടിൻ്റെ കൂടുതൽ കൊണ്ടും, പിന്നെ ഡയബറ്റിക് പേഷ്യൻസിന് റീനൽ സ്റ്റോണിന് സാധ്യത കൂടുതലാണ്. കാരണം മൂത്രത്തിൽ കൂടി ഇത്രയധികം ഷുഗർ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇതെല്ലാം പോയി ഷുഗർ കട്ടയാകാനില്ലെങ്കിലും മറ്റുള്ള സാധനങ്ങൾ, ഈ ഫോസ്ഫേറ്റും കാൽസ്യവും ഒക്കെ അതിനകത്ത് ക്രിസ്റ്റലൈസ് ചെയ്ത് സ്റ്റോൺ വരാനുള്ള ടെൻഡൻസി കൂടും. ഇതിൻ്റെ ഒപ്പം മരുന്നുകൾ കഴിക്കുന്നവർക്കും സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പം നമ്മൾ വെള്ളം പോലെയുള്ള ന്യൂട്രിയൻ്റ് ആവശ്യത്തിന് എടുക്കുകയും മരുന്നുകളില്ലാതെ ഷുഗർ കൺട്രോൾ ചെയ്യുകയും പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറാൻ പറ്റുന്നുള്ളൂ. ഡയബറ്റീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് കിഡ്നി ഫെയിലിയറിന് ഉണ്ടാക്കുന്ന മേജർ കാര്യം BP പ്രഷർ, പിന്നെ കൊളസ്ട്രോൾ. പ്രഷർ അതായത് നമ്മൾ രക്തത്തിലെ കൊഴുപ്പ് കൂടി അത് പോയി രക്തക്കൊഴലുകളിൽ അടിഞ്ഞ് ആത്രോസ്ക്ലിറോസിസ് വന്ന് കിഡ്നിയിലേക്ക് പോകുന്ന രക്തക്കൊഴൽ, കിഡ്നിക്ക് സപ്ലൈ ചെയ്യുന്ന രക്തക്കൊഴലുകൾക്കും കൂടെ അതിലും ആത്രോസ്ക്ലിറോസിസ് വന്ന് കിഡ്നിയിലേക്കുള്ള ആവശ്യത്തിന് രക്തം കിട്ടാതെ വരുമ്പോഴും പ്രഷർ കൂടും. അതുപോലെ തന്നെ കിഡ്നി ഫങ്ഷനെയും അഫക്റ്റ് ചെയ്യും. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ഇതിന് ഓരോന്നിനും വരുമ്പോൾ ഡയബറ്റീസിനാണെങ്കിൽ ഇപ്പം മോഡേൺ മെഡിസിനിലാണെങ്കിൽ ഡയബറ്റീസിനുള്ള ഗുളികകൾ തരും, മരുന്നുകൾ തരും. ഇതൊക്കെ ഇൻസുലിൻ കൂട്ടാനോ അല്ലെങ്കിൽ ഇൻസുലിൻ തന്നെയോ ആയിരിക്കും. പിന്നെ ഡയബറ്റീസ് ഉണ്ട്, ഡയബറ്റീസിന് മരുന്ന് തരും. കൊളസ്ട്രോളോ ട്രൈഗ്ലിസറൈഡോ ഉണ്ടെങ്കിൽ ട്രൈഗ്ലിസറൈഡിന് മരുന്നൊന്നുമില്ല, അപ്പോൾ അവിടെയും കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്നേ തരാൻ പറ്റുള്ളൂ. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ, അപ്പം എന്ത് മരുന്ന് വരുന്നത് അത് കിഡ്നിക്ക് ദോഷമേ തരുള്ളൂ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത്, ഫുഡിൻ്റെ അളവ് കൺട്രോൾ ചെയ്ത്, എക്സസൈസ് ചെയ്ത്, ബോഡി കോമ്പോസിഷൻ, എക്സസ് ഫാറ്റ് ഉണ്ടെങ്കിൽ അത് കളഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറുന്നതേ ഉള്ളൂ. കിഡ്നി ഫെയിലിയറിൽ അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലം ഉള്ള പേഷ്യൻസിൽ ഡയറ്റ് എന്ന് പറയുന്നതും അല്ലെ ഫുഡ് കൺട്രോൾ എന്ന് പറയുന്നതും ഏത് സ്റ്റേജ് ആണെന്നുള്ളത് ബേസ് ചെയ്താണ്. ശരിക്കും ആരെങ്കിലും ഒരു കിഡ്നി, പല പേഷ്യൻസും കാണാറുണ്ട് സ്റ്റേജ് 3 ഉള്ളൂ, അവർക്ക് അറൗണ്ട് അല്ലെങ്കിൽ അതായത് 60-ക്കും സ്റ്റേജ് 3 എന്ന് പറയും, 30-ക്കും 60-ക്കും ഇടയിൽ GFR ഉള്ളവർ.
അപ്പോൾ അങ്ങനെയുള്ളവരും വെള്ളം കുടിയൊന്നും കുറയ്ക്കാതെ. ശരിക്കും വെള്ളം കുറയ്ക്കേണ്ടത്, അതായത് കിഡ്നി ഫെയിലിയർ 5th സ്റ്റേജ് എത്തി വെള്ളം ബോഡിയിൽ കെട്ടിക്കിടന്നത്, നമ്മൾ കുടിക്കുന്ന വെള്ളം പുറത്തേക്ക് പോകാതെ നീര് വരികയോ, അതായത് സിസ്റ്റമിക് സർക്കുലേഷൻ, അതായത് നമുക്ക് മൊത്തത്തിൽ ബോഡിയിൽ നീര് വരികയോ, അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ വെള്ളം കെട്ടി പൾമണറി എഡീമ വരികയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉള്ളവർക്ക് മാത്രമാണ് വെള്ളം റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ കിഡ്നി ഫെയിലിയർ, കിഡ്നി രോഗത്തിൻ്റെ തുടക്കത്തിൽ വെള്ളം റെസ്ട്രിക്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം വെള്ളം റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂത്രത്തിൻ്റെ അളവ് പറഞ്ഞാൽ മൂത്രത്തിൽ കൂടെ തന്നെ വേണമല്ലോ ഈ വേസ്റ്റ് എല്ലാം പുറത്തേക്ക് പോകാൻ. അപ്പോൾ അത് കൂടുതൽ ദോഷമായിരിക്കും ചെയ്യുന്നത്. അപ്പം മൂത്രത്തിൻ്റെ അളവ് നമ്മൾ നോക്കുക. മൂത്രത്തിൻ്റെ അളവിനേക്കാളും കൂടുതൽ ഒരു 800 ml എങ്കിലും വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഐഡിയലി ഒരാൾക്ക് എന്താ വേണ്ടത്, ഒരു 1500 ml യൂറിൻ പോയിരിക്കണം. യൂറിൻ ഒരാൾക്കുണ്ടാവണം. എന്നാലേ നമ്മളുടെ ഈ വേസ്റ്റ് എല്ലാം പുറത്തേക്ക് പോകും. മൂത്രത്തിൽ കൂടെ വേണം അലിഞ്ഞു പോകണമല്ലോ. അപ്പോൾ അതിൽ കുറഞ്ഞ് വെള്ളം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ വേസ്റ്റ് കിഡ്നിക്ക് പ്രോപ്പർലി കളയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ഈ തുടക്കത്തിലുള്ള ആൾക്കാരൊന്നും വെള്ളം റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈവൻ പൊട്ടാസ്യം റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട കാര്യം. പിന്നെ നമ്മൾ ലിവർ ഫെയിലിയർ ഏറ്റവും ലേറ്റ് സ്റ്റേജിലാണ് ഈ വെള്ളവും പൊട്ടാസ്യവും കൂടെ പുറത്തേക്ക് വിടാൻ പറ്റാതെ വരുന്നത്. അതൊക്കെ GFR 15 താഴെ എത്തിയവർക്കേ ഉള്ളൂ. അവർ നീര് കാണാൻ തുടങ്ങുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ നോക്കേണ്ടത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഒരു ക്ലിയർ ഗൈഡൻസ് എടുത്ത് വേണം ഡയറ്റ് കൺട്രോളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഏർലി സ്റ്റേജ് ഓഫ് റീനൽ ഫെയിലിയർ ഒക്കെ ഉള്ളവർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് GFR 80, 85, 75 ഒക്കെ നിൽക്കുന്ന ഒരു ഏർലി സ്റ്റേജാണ്. അപ്പോൾ അവർ മരുന്ന് ഡയറ്റ് കൺട്രോൾ ചെയ്ത് അപ്പോഴും വെള്ളത്തിൻ്റെ അളവൊന്നും കുറയ്ക്കരുത്. സ്വയം തന്നെ അത് പ്രോട്ടീൻ്റെ അളവ്, പ്രോട്ടീൻ ഓവറായിട്ട് കഴിച്ചു കഴിയുന്നത് നമുക്ക് കൊള്ളില്ല. ഒരാൾക്ക് ഒരു 50 ഗ്രാം പ്രോട്ടീനാണ് ഒരു ദിവസം ആവറേജ് വേണ്ടി വരുന്നത്. അതിലിപ്പോൾ നമുക്ക് 50 ഗ്രാം പ്രോട്ടീൻ എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മീറ്റ് പ്രോഡക്ട്സും ഫിഷും ഒക്കെ ആണെങ്കിൽ 100 ഗ്രാമിൽ ഏതാണ്ട് 25 ഗ്രാമോളം പ്രോട്ടീൻ ഉണ്ടാവും. പയറുവർഗ്ഗങ്ങളാണെങ്കിൽ ഏകദേശം 100 ഗ്രാമിൽ ഡ്രൈ വെയ്റ്റിൽ, മറ്റേതാണെങ്കിൽ വെറ്റ് വെയ്റ്റാണ്. ഡ്രൈ വെയ്റ്റ് ഇതിലാണെങ്കിൽ 20 ഗ്രാം വരെ ഉണ്ടാവും. ചിലത് അപ് ടു 40 വരെ ഉള്ളവരുണ്ട് 100 ഗ്രാം ഡ്രൈ വെയ്റ്റിൽ. പക്ഷേ നമ്മൾ സാധാരണ കഴിക്കുന്ന പയറുവർഗ്ഗങ്ങൾക്ക് ഡ്രൈ പയറിന് 100 ഗ്രാമിൽ ഏകദേശം 20 to 25 പ്രോട്ടീൻ ഉണ്ടാവും. പിന്നെ ഈ അത്ര ആ കണക്കിന് അപ്പം നമ്മൾ എത്രയാണ് 100 ഗ്രാമും 25 ഇതുണ്ടെങ്കിൽ 200 ഗ്രാം ഫിഷോ മീറ്റോ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളോ വന്നു കഴിഞ്ഞാൽ തന്നെ പ്രോട്ടീൻ ആവശ്യത്തിനായി. പിന്നെ നമ്മൾ കഴിക്കുന്ന റൈസിലാണെങ്കിലും മീറ്റിലാണെങ്കിലും ഒക്കെ ഏകദേശം, അതായത് ധാന്യങ്ങൾക്കകത്താണെങ്കിലും ഏകദേശം 10% പ്രോട്ടീൻ ഉണ്ടാവും. അപ്പം ഇതനുസരിച്ച് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. ഓവർ ഇപ്പോൾ കിഡ്നി ഫങ്ഷൻ കുറഞ്ഞു, GFR ഒക്കെ കുറഞ്ഞ് നിൽക്കുന്നവർ ഓവറായിട്ട് പ്രോട്ടീൻ കഴിക്കരുത്. പക്ഷേ ആവശ്യത്തിനാവാം. പക്ഷേ റീനൽ ഫെയിലിയർ 5ലേക്ക് പോയാൽ നമ്മൾ ഈ 50 ഗ്രാം ഒന്നും കഴിക്കാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മൾ ഏറ്റവും കുറയ്ക്കേണ്ടി വരും. കാരണം നമുക്ക് റീനൽ ഫെയിലിയർ സ്റ്റേജ് 5 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ GFR 15 താഴെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ ലക്ഷ്യം ഡയാലിസിസിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. ഡയാലിസിസിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഫുഡ് കൺട്രോൾ ഡയാലിസിസിൽ പോകുന്ന ഒരു പേഷ്യൻ്റ് എന്തായാലും ഫുഡ് കൺട്രോൾ ഇല്ലാതെ പറ്റില്ല. കാരണം ഡയാലിസിസ് ഒരു ശാശ്വത പരിഹാരമോ ഒരു പെർഫെക്റ്റ് കൺട്രോളോ അല്ല. ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം, ഡയാലിസിസിലുള്ള പേഷ്യൻസിനും ക്രിയാറ്റിനിൻ 4, 5, 6, 7, 8 ഒക്കെ ആയിരിക്കും. അതിൽ നിന്ന് കുറച്ചുകൊണ്ട് വരാൻ ഡയാലിസിസ് കൊണ്ടും കഴിയുന്നില്ല. അപ്പം ഡയാലിസിസ് വേണ്ടി വരുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അസ്വസ്ഥതകൾ വരിക, വെള്ളം കെട്ടി നിൽക്കുക, പൊട്ടാസ്യം കൂടുക. പൊട്ടാസ്യത്തിൻ്റെ കൺട്രോളും പോയി, പൊട്ടാസ്യം കളയാൻ കിഡ്നിക്ക് പറ്റുന്നില്ല, വെള്ളവും പുറത്തേക്ക് കളയാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഡയാലിസിസിലേക്ക് പോകുന്നത്. അപ്പോൾ അത് പലപ്പോഴും ക്രിയാറ്റിനൊക്കെ 5, 7, 8 ഒക്കെ ആണെങ്കിലും ഡയാലിസിസ് പല ഡോക്ടേഴ്സും പറയുകയില്ല. കാരണം ക്ലിനിക്കലി ഓക്കെയാണ് അവർ, അതുകൊണ്ട് ഡയാലിസിസ് ഇപ്പോൾ വേണ്ടാന്ന് പറയും. അപ്പോൾ ആ സ്റ്റേജിലെത്തിയ പോലും നമ്മൾ ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ജീവിതശൈലിയും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും പ്രോഗ്രസ് ചെയ്യാതെ, ഇപ്പം നമുക്ക് പല പേഷ്യൻസും ഉണ്ട് ക്ലിനിക്കലി ഓക്കെയാണ്, പക്ഷേ ക്രിയാറ്റിനൊക്കെ നിൽക്കുന്നത് 8, 9 ഒക്കെ ആണെങ്കിൽ പോലും അവരെ ഈ ഡയബറ്റിക് പേഷ്യൻസ് ആണ്. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിന് നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇഫക്റ്റീവായിട്ട്, ഇപ്പം നമ്മൾ GFR 30 നിൽക്കുന്നവർക്ക്
60ക്ക് മുകളിൽ കൊണ്ടുവരാനും 60ക്ക് നിൽക്കുന്നവർക്കും 90ന് മുകളിൽ കൊണ്ടുവരാനും വളരെ ഈസിയാണെന്നുള്ളതാണ്. പക്ഷേ എൻ്റെ സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 90ലേക്കൊന്നും നമ്മൾ GFR കൊണ്ടുവന്ന് കിഡ്നിയെ കംപ്ലീറ്റ് റിവൈവ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെയുള്ള ലക്ഷ്യം നമുക്ക് ഡയാലിസിസ് ഇല്ലാതെ തന്നെ എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും. അപ്പം അതും സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മൾ യൂഷ്വലി ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ സ്വയം ഒത്തിരി സ്റ്റേജ് 3ഉം 4ഉം ഒക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 5 ഒന്നും എത്തിയ സ്വയം ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാനോ നോക്കാനോ മനസ്സിലാക്കാനോ പറ്റില്ല. അപ്പം അവിടെ ഒരു പ്രോപ്പർ സപ്പോർട്ടോടു കൂടി മാത്രമേ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മളുടെ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഡയബറ്റിസ് നേരത്തെ കണ്ടുപിടിച്ച് ഡയബറ്റീസിൽ നിന്ന് മാറാൻ. അതിന് ഒരു സപ്പോർട്ടും ഇല്ലെങ്കിലും സ്വയം തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഏർലി സ്റ്റേജിൽ ഡയബറ്റീസ് കണ്ടെത്തുകയാണെങ്കിൽ ഇവൻ ഒരു മരുന്നൊക്കെ ഡയബറ്റീസിനൊക്കെ എടുക്കുന്നവർ അവർ സ്വയം ജീവിതശൈലി കൺട്രോൾ ചെയ്ത് കാർബോഹൈഡ്രേറ്റ് കുറച്ച് മെയിൻ ഫുഡ് പയറുവർഗ്ഗങ്ങളും ഇലക്കറികളും മോഡറേറ്റ് ഫിഷോ മീറ്റോ അല്ലെങ്കിൽ വെജിറ്റബിൾസും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ റീനൽ ഫെയിലിയറിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റില്ല, പച്ചക്കറിക്ക് തന്നെ റെസ്ട്രിക്ഷൻ ആകും, പ്രോട്ടീനിന് റെസ്ട്രിക്ഷൻ ആകും. അപ്പം അവിടെ വരെ എത്തിക്കരുത്. അപ്പം എത്തുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഫാമിലിയിൽ തന്നെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ HbA1cയും ഇൻസുലിൻ ലെവലും ഒക്കെ നോക്കി അവിടെ വെച്ചേ കൺട്രോൾ ചെയ്യാൻ നോക്കും. ഡയബറ്റിക് ആണെങ്കിൽ അവിടെ വെച്ച് നമ്മൾ GFR നോക്കി അപ്പം പിന്നെ ഈവൻ ആവശ്യമുണ്ടെങ്കിൽ ക്ലിനിക്കൽ സപ്പോർട്ട് എടുത്ത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിലും കിഡ്നി ഫെയിലിയർ പേഷ്യൻസ് ആണെങ്കിലും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്യാം. പക്ഷേ കിഡ്നി ഫെയിലിയറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേജ് അനുസരിച്ചാണ് എത്ര വേണം, എത്ര കുറയ്ക്കണം, പ്രോട്ടീൻ കുറയ്ക്കണോ, വെള്ളം കുറയ്ക്കണോ, അതുപോലെ പൊട്ടാസ്യം കുറയ്ക്കാനായിട്ട് ഈ തിളപ്പിച്ച് കളഞ്ഞ് ലീച്ച് ചെയ്യുക എന്ന് പറയും. പച്ചക്കറി ആണെങ്കിലും പയറുവർഗ്ഗങ്ങളാണെങ്കിലും ഒക്കെ തിളപ്പിച്ച് കളഞ്ഞ് പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ. ഇതൊക്കെ സ്റ്റേജ് 4, 5 എത്തിയ പൊട്ടാസ്യം കൂടാൻ തുടങ്ങിയ പേഷ്യൻസിനാണ്. അപ്പം ജനറലി പൊട്ടാസ്യം കൂടുന്നത് പല മരുന്നുകളും പൊട്ടാസ്യം കൂടാൻ കാരണമാകും. അപ്പം മരുന്നുകളെല്ലാം നിർത്തി കഴിയുമ്പോഴേക്കും തന്നെ പൊട്ടാസ്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം പൊട്ടാസ്യവും ബോഡിയിലെ പൊട്ടാസ്യത്തിൻ്റെ ലെവലും വെള്ളത്തിൻ്റെ നീരില്ലാതെയും പൾമണറി എഡീമ ഇല്ലാതെയും നോക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഡയാലിസിസിൻ്റെ ആവശ്യമില്ല. അപ്പം ആ ലെവലിൽ അറ്റ്ലീസ്റ്റ് ഫുഡ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. പിന്നെ ഈ എക്സസൈസിൻ്റെ കാര്യത്തിലും കിഡ്നി പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം എക്സസൈസ് ആണെങ്കിലും ഈ ഫുഡ് പോലെ തന്നെയാണ്. അവരുടെ റീനൽ ഫെയിലിയറിൻ്റെ സ്റ്റേജ് അനുസരിച്ചാണ്. ഇപ്പോൾ സ്റ്റേജ് 5 റീനൽ ഫെയിലിയർ ക്രിയാറ്റിനൊക്കെ കൂടി നിൽക്കുന്നവർക്ക് വളരെ മൈൽഡായിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ സ്റ്റേജ് 3 നിൽക്കുന്ന പേഷ്യൻസ് ഹെവി എക്സസൈസ് ചെയ്താൽ അവരുടെ ക്രിയാറ്റിനും കൂടും. അപ്പം ചില പേഷ്യൻസൊക്കെ ഞാൻ എപ്പോഴും ഓർക്കുന്നു, ഒരു പേഷ്യൻ്റ് അദ്ദേഹത്തിന് ഡയബറ്റീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഒക്കെ ഉണ്ട്, ഇതെല്ലാം കൺട്രോളായി. പക്ഷേ ഇടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ ക്രിയാറ്റിനും കൂടും, അതായത് GFR. അപ്പം അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ സ്റ്റേജ് 3 റീനൽ ഫെയിലിയറേ ഉണ്ടാവുള്ളൂ. അറൗണ്ട് 40-50 ആ റേഞ്ചിലായിരുന്നു. അപ്പം റെസ്റ്റ് എടുത്ത് എല്ലാം കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു പ്ലൈവുഡ് ഹെവി എന്താണ് പറയുന്നത്, പ്ലൈവുഡ് ഷോപ്പ് പോലെയുള്ള അങ്ങനെ എന്തോ ആണ് നടത്തുന്നത്, ഹാർഡ്വെയർ ഷോപ്പ് പോലെ എന്തോ. അപ്പോൾ ഈ ലോഡിങ് അൺലോഡിങ്ങിന് ഇദ്ദേഹം കൂടെ കൂടും. അപ്പം നമുക്ക് ഈ ലോഡിങ് അൺലോഡിങ് പോലുള്ള ഹെവി വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ബാക്കിയെല്ലാം കൺട്രോളായിട്ട് നിൽക്കുമ്പോഴും വീണ്ടും ക്രിയാറ്റിനും കൂടും. കാരണം നമ്മളുടെ ഹെവി വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. മസിൽ സെൽസ് ലിറ്ററലി ഡൈ ചെയ്യും. അപ്പം നമ്മളുടെ ഡൈ ചെയ്യുന്ന മസിലുകൾ നമ്മളുടെ ബോഡി ഈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഭക്ഷണത്തിൽ കൂടെ നമ്മളുടെ ബീഫും ചിക്കനും കഴിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ബോഡിയിലെ മസിൽ സെൽസ് ഡൈ ഔട്ട് ചെയ്യും. അതിനെയും ഡൈജസ്റ്റ് ചെയ്ത് വേറെ രീതിയിൽ അതിനെ റീസൈക്കിൾ ചെയ്യുന്നൊരു പ്രോസസ്സ് വരും. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ക്രിയാറ്റിനും കൂടും. അപ്പം ഈ സ്റ്റേജ് 3 ഒന്നും അല്ല, സ്റ്റേജ് 4ലേക്കൊന്നും എത്തിയിട്ടില്ലാത്തവർക്ക് കുറച്ച് ചെയ്യാം. പക്ഷെ അവർ മനസ്സിലാക്കണം അവരുടെ ക്രിയാറ്റിനും കൂടും. അത് വീണ്ടും നമ്മൾ ബാക്കി പ്രോട്ടീൻ്റെ ഒക്കെ അളവ് കുറച്ച് തിരിച്ചു പിടിക്കണം. അപ്പം എനിവേ നമുക്ക് ഒത്തിരി റീനൽ ഫെയിലിയറിൽ പ്രത്യേകിച്ച് 5 ഉള്ളവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഒത്തിരി പറ്റില്ല. ഉള്ളി നമ്മുടെ സർക്കുലേഷൻ, നമ്മളുടെ രക്തയോട്ടം
കറക്റ്റാക്കി നമ്മളുടെ വേസ്റ്റ് പോകാനുള്ള രീതിയിലുള്ള എക്സസൈസ് മാത്രം. അല്ലാതെ ഹെവി സ്ട്രെസ്ഫുള്ളായിട്ട് മെൻ്റലോ ഫിസിക്കലോ സ്ട്രെസ്സ് ലേറ്റ് കിഡ്നി സ്റ്റേജിലുള്ളവർക്ക് ഒട്ടും പറ്റില്ല. ആർക്കും മെൻ്റൽ ഓർ ഫിസിക്കൽ സ്ട്രെസ്സ് കൊള്ളൂല. അത്യാവശ്യം നമ്മളുടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഇതൊക്കെയാണ് നമ്മൾ പാടുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പം ഫിസിക്കൽ ആക്ടിവിറ്റി ഒത്തിരി ഇപ്പം നമ്മൾ ലോഡിങ് അൺലോഡിങ് വർക്കൊക്കെ പോലെയുള്ളതൊന്നും റീനൽ ഫെയിലിയർ പേഷ്യൻറ്റിന് കിഡ്നി ഫങ്ഷൻ ഒത്തിരി കുറഞ്ഞവർക്ക് നമ്മൾ ചെയ്യാവുന്ന ജോലികളല്ല. ഫിസിക്കൽ ആക്ടിവിറ്റി ആണെങ്കിലും മോഡറേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി, മെൻ്റൽ സ്ട്രെസ് ആണെങ്കിലും മോഡറേറ്റ് കൂടുതൽ എടുക്കാതെ ഫുഡും കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഡയാലിസിസിലേക്ക് പോകാതെ നോക്കാം എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആദ്യമേ തന്നെ ഡയബറ്റീസ് മാറ്റുക. പലപ്പോഴും ഈ കിഡ്നി ഫെയിലിയറിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ഡയബറ്റീസിൻ്റെ കൂടെ ചിലപ്പോൾ പ്രഷറും ഉണ്ടാകും, അതും ഇതിന് പ്രോബ്ലം ഉണ്ടാകും. ചിലപ്പോൾ അതിനകത്തൊരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഓട്ടോഇമ്മ്യൂൺ നെഫ്രോപ്പതി പോലെയുള്ളതും ഉണ്ടാകും. അപ്പോൾ അതും കാരണമാകാം. ചെറിയ ലൈറ്റായിട്ടുള്ള ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഡയബറ്റീസ് കറക്റ്റ് ചെയ്തിട്ടും കിഡ്നി ഫങ്ഷൻ കൂടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനകത്തൊരു ഓട്ടോഇമ്മ്യൂൺ ഫാക്ടർ IgA നെഫ്രോപ്പതി അതുപോലെയുള്ളതും കൂടെ ഉണ്ടാകാം എന്നുള്ളതാണ്. അപ്പം മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആയിരിക്കും ചിലപ്പോൾ ഇവരുടെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പം നമ്മൾ ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയബറ്റിക് പേഷ്യൻ്റാണ് 4 3 പേരും ഡയാലിസിസിൽ വിധേയരാകേണ്ടി വരുന്ന ഒരു ഡയബറ്റിക് പേഷ്യൻസാണ്. അപ്പം ഡയാലിസിസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡയബറ്റീസ് മാറുകയല്ല. ഡയബറ്റീസ് പേഷ്യൻറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90% കൊളസ്ട്രോളിനും BP-ക്കും മരുന്ന് കഴിക്കുന്നവരായിരിക്കും. അപ്പോൾ ഈ മരുന്നുകളെല്ലാം അവരുടെ ഡയബറ്റീസിൻ്റെ മരുന്നും കിഡ്നിക്ക് പ്രഷറിന് കഴിക്കുന്ന മരുന്നും കൊളസ്ട്രോളിന് കഴിക്കുന്ന മരുന്ന് എല്ലാം കിഡ്നിയാണ് പുറത്തേക്ക് കളയേണ്ടത്. ഇതെല്ലാം കിഡ്നിയുടെ ഫങ്ഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. അപ്പം നമ്മൾ ജീവിതശൈലി ക്രമീകരിച്ച്, ജീവിതശൈലി എന്ന് പറയുന്നത് എന്താ, മെയിൻലി നമ്മുടെ ഫുഡും എക്സസൈസും നമ്മുടെ കോസ്മെറ്റിക് യൂസും, അതും കൂടെ ഒന്നും ഞാൻ നേരത്തെ പറയാൻ വിട്ടു. ഈ കോസ്മെറ്റിക് യൂസ് ഈസ് ഓക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. കിഡ്നിക്ക് പ്രോബ്ലം ഉള്ള ആൾക്കാർ കിഡ്നി ഫെയിലിയറിലേക്ക് GFR കുറഞ്ഞിരിക്കുന്നതിൽ ഒരു കാരണവശാലും ഡൈ ചെയ്യരുത്. ഈ ഡൈ നമ്മളുടെ കിഡ്നിക്ക് ദോഷം ചെയ്യും എന്നുള്ളത്. അതേസമയത്ത് കിഡ്നിക്ക് ഒന്നും ഡൈ ഹെൽത്തിന് എന്തായാലും നെഗറ്റീവാണ്. നമ്മൾ തലയൊക്കെ കറുപ്പിച്ച് ചെറുപ്പമാണെന്ന് കാണിക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ഓർഗനുകളെ അത് നമ്മളുടെ ഓർഗൻ്റെ ഏജിങ് കൂട്ടുമായിരിക്കും. നമ്മൾ മൊത്തത്തിൽ നമ്മൾ നരച്ചിരിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ഡൈ ഒക്കെ ചെയ്താൽ പെട്ടെന്ന് എങ്ങായതുപോലെ തോന്നും. ദറ്റ് ഈസ് കറക്റ്റ്. പക്ഷേ അവരുടെ ഓരോ ഡൈയും അവരുടെ കിഡ്നിയും ആണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതുപോലെ നമ്മളുടെ ക്യാൻസർ വരാനുള്ള ചാൻസും കൂട്ടുന്നു എന്നാണ് ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് പ്രത്യേകിച്ച് ബ്ലാഡർ ക്യാൻസർ, ലേഡീസിനാണെങ്കിലും ബ്ലാഡർ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂട്ടും. അതുപോലെ തന്നെ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഡൈ, ഈ സ്ട്രൈറ്റ്നർ, ഹെയർ സ്ട്രൈറ്റ്നസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സാധ്യതയും കൂട്ടുന്നു. അതുപോലെ തന്നെ എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ സാധ്യത കൂട്ടുന്നു. ഗർഭാശയത്തിൻ്റെ ക്യാൻസറിനും ബ്രസ്റ്റ് ക്യാൻസറിനും സാധ്യത കൂട്ടുന്നു. ജനറലി എല്ലാവർക്കും എല്ലാത്തരം ക്യാൻസറുകളുടെയും സാധ്യത കൂട്ടും. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പ്രോസ്റ്റേറ്റ്, പ്രത്യേകിച്ച് ബ്ലാഡർ ക്യാൻസറിൻ്റെ സാധ്യത കൂട്ടും. ഇതൊക്കെ സ്റ്റഡീസ് ഉള്ളതാണ്. അപ്പം നമ്മൾ കഴിയുന്നതും കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടോ പിന്നെ ഡൈ ഉപയോഗിക്കാതെ ഇരിക്കുക, അല്ലാത്തവരും ഉപയോഗിക്കാതിരിക്കുക. കാരണം നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകാതിരിക്കും. അറ്റ്ലീസ്റ്റ് നമ്മൾ കിഡ്നിക്കും അല്ലെങ്കിൽ ക്യാൻസറും ഒക്കെ ഉള്ളവരോട് പോലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും തന്നെ ഡൈന്ന് മാറാൻ അത്ര അഡിക്ഷനാണ്. ശരിക്കും സ്മോക്കിങ്ങോ ആൽക്കഹോളോ മോർഫീനോ മറ്റുള്ള റെക്രിയേഷണൽ ഡ്രഗിൽ നിന്ന് മാറുന്നതിനേക്കാളും ഡിഫിക്കൽട്ടായിട്ടാണ് ഇപ്പോൾ പലർക്കും ഡൈ ചെയ്യാതെ ഇരിക്കുക. അല്ലെങ്കിൽ ഡൈ എന്നുള്ള അഡിക്ഷൻ, ഹെയർ ഡൈയോടുള്ള അഡിക്ഷൻ, അല്ലെങ്കിൽ ഹെയർ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സിനോടുള്ള അഡിക്ഷൻ കൂടുന്നത്. പിന്നെ നമ്മുടെ കോസ്മെറ്റിക്സ്, ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ലിപ്സ്റ്റിക്ക് പോലെയുള്ള ലിപ്സ്റ്റിക്കും നമ്മുടെ ഫൗണ്ടേഷനും അതുപോലെയുള്ള കോസ്മെറ്റിക്സ് എല്ലാം ഒഴിവാക്കണം. കാരണം ഇതെല്ലാം നമ്മളുടെ ബ്ലഡിലേക്ക് തന്നെയാണ് ചെല്ലുന്നത്. പിന്നെ അത് കൂടാതെ നമുക്ക് കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെക്കൻഡ് ഓർഗനെ ഹെൽപ്പിന് വേണ്ടിയിട്ട് കിട്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് സഹായിക്കാനുള്ളത് നമ്മളുടെ സ്കിന്നിലെ സ്വെറ്റ് ഗ്ലാൻസാണ്.
സ്വെറ്റ് ഗ്ലാൻസിൽ കൂടെയും കുറേ വേസ്റ്റ് നമുക്ക് പുറത്തേക്ക് കളയാം. നമുക്കറിയാം വേസ്റ്റ്, വെള്ളം, സ്വെറ്റ് ചെയ്ത് പോകുന്നത് വെള്ളം, അതിൻ്റെ കൂടെ മറ്റു വേസ്റ്റ് മെറ്റീരിയലും പൊയ്ക്കോളും. അതിനും കൂടെ ഉള്ള സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ കോസ്മെറ്റിക്സ് ഒക്കെ ഇടാതെ നമ്മൾ ന്യൂട്രീഷണൽ സപ്പോർട്ട് സ്കിന്നിന് ഡയറക്റ്റ്ലി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കിഡ്നി പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഡയബറ്റിക് പേഷ്യൻസ് ഡയബറ്റീസിൽ നിന്ന് മോചനം നേടണം. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ബേസിക്കലി ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് കൊടുക്കുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 24 ഹവറിൽ നമുക്ക് കറക്റ്റായിട്ട് നോക്കുന്ന പേഷ്യൻ്റാണ് 24 to 48 ഹവേഴ്സിൽ ഷുഗർ കൺട്രോൾ ആക്കാവുന്നതേ ഉള്ളൂ. ആ ഷുഗർ കൺട്രോൾ ആക്കുന്നതിൻ്റെ ഡയറക്റ്റ് ബെനിഫിറ്റ് കിഡ്നിക്ക് മാത്രമല്ല, ഹോൾ ബോഡി, കണ്ണിനും ബ്രെയിനിനും മുതൽ ഹാർട്ടിനും എല്ലാത്തിനും കിട്ടുകയാണ്. ഡയബറ്റിക് പേഷ്യൻസിന് വരാവുന്നതാണല്ലോ നെഫ്രോപ്പതി, റെറ്റിനോപ്പതി, സ്ട്രോക്ക്, അറ്റാക്ക്. ഇതിൻ്റെ എല്ലാത്തിനും ഡയറക്റ്റ്ലി ബെനിഫിറ്റാണ്. ഈവൻ പെരിഫറൽ ന്യൂറോപ്പതി, കാലിൽ ആൾസേഴ്സ് ഉണ്ടെങ്കിൽ ഫാസ്റ്റ് ഹീലിംഗ് ആണ് വരുന്നത്. ഷുഗർ കൺട്രോൾ ആകുമ്പോഴേക്കും ഫാസ്റ്ററായിട്ട് ആൾസേഴ്സ് ഹീൽ ചെയ്യും. അപ്പോൾ എല്ലാ ഓർഗൻസിനും ബെനിഫിറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, മരുന്ന് വെച്ച് പറ്റില്ല. ഓരോ മരുന്നും കിഡ്നിയുടെ വർക്ക് ലോഡ് കൂട്ടുക, ഓരോ ഓപ്പറേഷനും കിഡ്നിയുടെ വർക്ക് ലോഡ് കൂട്ടുക. കാരണം ഓപ്പറേഷൻ സമയത്ത് അനസ്തീസിയ തരണം, വീണ്ടും മരുന്ന് ഇൻജെക്റ്റ് ചെയ്യേണ്ടി വരും. ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിൻ റിലീഫിന് വേണ്ടിയിട്ട് പെയിൻ കില്ലേഴ്സ് തരേണ്ടി വരും, അത് കിഡ്നിക്ക് ദോഷം ചെയ്യും. ഈവൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സ് തരുന്ന വരും, അത് ഓൾറെഡി കിഡ്നിക്ക് ഡാമേജ് ആണെങ്കിൽ അത് പെട്ടെന്ന് ഫാസ്റ്ററാക്കി എന്നിരിക്കും. ഈവൻ മുറിവ് വലിയധികം ഉണ്ടാക്കാത്ത ആൻജിയോപ്ലാസ്റ്റി പോലെയുള്ള ഓപ്പറേഷൻ, അത് ചെയ്ത് കഴിയുമ്പം നമ്മൾ അതിന് ഡൈ ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, നമ്മൾ പിന്നെ കാർഡിയോളജിസ്റ്റോ അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ കാർഡിയോളജിസ്റ്റൊന്നും കിഡ്നിയെക്കുറിച്ച് ഇത്രയും അവരുടെ ഫീൽഡല്ല, അവർ ഹാർട്ട് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം സ്റ്റേജ് 3 സ്റ്റേജ് 4 റീനൽ ഫെയിലിയർ ഉള്ള പേഷ്യൻറ്റിന് പോലും സ്റ്റെൻറ്റ് ഇടുകയും ആൻജിയോഗ്രാം ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. ഈവൻ നമ്മൾ കണ്ടിട്ടുണ്ട് സ്റ്റേജ് 5 റീനൽ ഫെയിലിയർ കിടക്കുന്ന പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഡയാലിസിസ് ചെയ്ത് കിഡ്നി ഫങ്ഷൻ ഓക്കെ ആക്കിയിട്ട് നമുക്ക് ആൻജിയോഗ്രാം ചെയ്ത് സ്റ്റെൻറ്റ് ഇടുന്നുള്ള കണ്ടീഷൻ. അപ്പം ഓൾറെഡി ഒരു ഓർഗൻ ഡാമേജ്ഡ് ആണ്. അപ്പോൾ അവരെ കൊണ്ട് ഇത്രയൊന്നും താങ്ങാൻ പറ്റില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ, നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും കിഡ്നിക്ക് ചെറിയ ഫങ്ഷനും കൂടെ ഉണ്ടെങ്കിൽ സ്റ്റേജ് 5 ഇരിക്കുന്ന ആളുടെ പോകും. കാരണം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡൈ കൊണ്ടുള്ള നെഫ്രോപ്പതി ഈസ് വെരി കോമൺ. കോംപ്രമൈസ്ഡ് കിഡ്നിയിലേക്ക് ഉള്ള ഒരാൾക്ക് ഈ ആൻജിയോഗ്രാമിന് വേണ്ടിയിട്ടോ ആൻജിയോപ്ലാസ്റ്റിക്ക് വേണ്ടിയോ ഡൈ ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റീനൽ ഫങ്ഷൻ വീണ്ടും പോകാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഡൈ ഇഞ്ചെക്റ്റ് ചെയ്ത് സ്റ്റെൻറ്റ് ഇട്ടാലും നമ്മൾ ഹാർട്ട് ഡിസീസ് മാറുന്നില്ലല്ലോ. ആ ഒരു ബ്ലോക്ക് ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്യാനേ സ്റ്റെൻറ്റിന് പറ്റുള്ളൂ. ഈവൻ ഇത്തരം പേഷ്യൻസ് ഡയാലിസിസ് ചെയ്തുകൊണ്ട് കറക്റ്റ് ചെയ്തിട്ട് ബൈപ്പാസ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത്രയൊന്നും അവരെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. കാരണം ഇപ്പോൾ മോഡേൺ മെഡിസിനിൽ ഇപ്പോൾ എല്ലാം സ്പെഷ്യലൈസേഷൻ ആയതുകൊണ്ട് കാർഡിയോളജിസ്റ്റിന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും പേഷ്യൻറ്റിനോട് പറയാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ കിഡ്നിയുടെ പേഷ്യൻസ് അവർ കിഡ്നി ഓറിയൻറ്റഡ് ആണ്. കാരണം കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഇതെനിക്ക് ബൈപ്പാസ് ചെയ്യാമെന്ന് അവരോട് പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അഗെയിൻസ്റ്റ് കേസിന് പോകും. ഇപ്പം എല്ലാത്തിനും ഇപ്പം ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷനും എല്ലാം ആണല്ലോ വരുന്നത്. അപ്പം അങ്ങനെ 1-2 എക്സ്പീരിയൻസ് കിട്ടിയ ഡോക്ടേഴ്സ് അവർക്ക് അവരുടെ ഫീൽഡിലുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും പറയേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ നമ്മളെപ്പോഴും ഇതിൻ്റെ സൈഡ് ഇഫക്റ്റിനെ കുറിച്ച് എല്ലാം പറയണമെന്നുണ്ടെങ്കിലും എല്ലാവരും അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ ആയെന്നിരിക്കില്ല എല്ലാ സൈഡ് ഇഫക്റ്റും പറഞ്ഞ് മനസ്സിലാക്കാൻ. അത് അവനവൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇതിൻ്റെ സൈഡ് ഇഫക്റ്റും കൂടെ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സൈഡ് ഇഫക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ ഇത്തരം ഇൻവേസീവ് പ്രൊസീജിയേഴ്സിലേക്ക് പോവുകയില്ല. ഈവൻ സൈഡ് ഇഫക്റ്റ് നമ്മളുടെ ഡയബറ്റീസിൻ്റെ സൈഡ് ഇഫക്റ്റുകൾ, ഡയബറ്റീസ് കൊണ്ട് വരാവുന്ന കോംപ്ലിക്കേഷൻസ് ശരിയായി മനസ്സിലാക്കിയ ഒരാൾ ഡെഫിനറ്റ്ലി ഫുഡ് കൺട്രോൾ ചെയ്ത് എക്സസൈസ് ചെയ്ത് അത് മാറ്റാൻ നോക്കും. ഇപ്പോൾ സ്വയം പറ്റിയില്ലെങ്കിൽ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കാൻ നോക്കും. അപ്പം എന്ത് പ്രൊസീജിയറിനാണെങ്കിലും, മരുന്നാണെങ്കിലും, ഓപ്പറേഷനാണെങ്കിലും ഡെഫിനറ്റ്ലി കിഡ്നിക്ക് ഡാമേജിങ് ആയി വരാമെന്നുള്ള കാര്യം കിഡ്നി പേഷ്യൻസ് മനസ്സിലാക്കുക. പിന്നെ അവനവന് കിഡ്നി പ്രോബ്ലം ഉണ്ടോ എന്നറിയാനായിട്ട് ഒരു റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാം, GFR നോക്കുക,
അതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു അബ്നോർമൽ ഫാക്ടർ കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ കിഡ്നിക്ക് പ്രോബ്ലം തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് അതിൻ്റെ കറക്ഷൻസിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാനും സഹായകമാവും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവ് കൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കും. അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻറ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിൽ നിന്ന് തടയാനും ശരീരകോശങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് കിഡ്നി പ്രോബ്ലം ഉള്ള ഡയബറ്റിക് പേഷ്യൻസിന് എന്താണ് ബെനിഫിറ്റ്സ് എന്നുള്ളതാണ്. ജനറലി ഡയബറ്റിക് പേഷ്യൻസിൻ്റെ എല്ലാവരുടെയും തന്നെ കിഡ്നി സ്റ്റേജ് 1 അല്ലെങ്കിൽ 2ലേക്കെങ്കിലും വന്നിട്ടുണ്ടാകും. ഇതേപോലെ തന്നെ 4ലും 5ഉം 5ലെ തന്നെ എൻഡ് സ്റ്റേജ് ക്രിയാറ്റിനിൻ എൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ക്രിയാറ്റിനൊരു 5ന് മുകളിലെത്തിയവരാണ്. നമ്മൾ 5 കഴിഞ്ഞിട്ട് ഒരു പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓരോ 5s ചില ക്ലാസിഫിക്കേഷനിലൊക്കെ 5A 5B 5C എന്നൊക്കെ പറഞ്ഞു വരും. അപ്പം ഒരു ക്രിയാറ്റിൻ ഒരു 5ന് മുകളിലെത്തിയവർക്ക് പോലും നമുക്ക് അങ്ങനെയുള്ളവരെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയബറ്റിക് പേഷ്യൻസ്, ഈ കിഡ്നി ഫെയിലിയറിൽ എത്തിയ പേഷ്യൻസ് എല്ലാവരും BP ഉണ്ടാവും, പ്രഷറിനും കൂടെ മരുന്ന് കഴിക്കുന്നവരാകും. ഒപ്പം തന്നെ മിക്കവർക്കും കൊളസ്ട്രോളും, കാരണം അതങ്ങനെയാണ്. കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളവർക്ക് കൊളസ്ട്രോളും കൂടുതലായിരിക്കും. കാരണം എല്ലാ മെറ്റബോളിസം കിഡ്നി യൂറിൻ ഉണ്ടാക്കുക മാത്രമല്ല ചെയ്യുന്നത്, കിഡ്നി ക്രിയാറ്റിൻ കളയുക മാത്രമല്ല ചെയ്യുന്നത്, കിഡ്നി ചില ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കിഡ്നി ഫെയിലിയർ എൻഡ് സ്റ്റേജിലേക്ക് വരുന്നവർക്ക് അനീമിക് ആയിരിക്കും. അതായത് നമ്മളുടെ ഹീമോഗ്ലോബിൻ, നമ്മളുടെ RBCയെ ഉണ്ടാക്കാനും ഹീമോഗ്ലോബിനെ ഉണ്ടാക്കാനും വേണ്ട കൺട്രോൾ ഹോർമോൺ എരിത്രോപോയറ്റിൻ എന്ന് പറയും, അതുണ്ടാക്കുന്നത് ശരിക്കും കിഡ്നിയാണ്. അപ്പോൾ കിഡ്നി ഫെയിലിയറിലേക്ക് പോയ ആൾക്ക് എരിത്രോപോയറ്റിൻ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഈ ആഴ്ചയിൽ 1-2 വെച്ച് എരിത്രോപോയറ്റിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അത് അവരുടെ ഹീമോഗ്ലോബിൻ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അപ്പം അതുപോലെ നമ്മളുടെ ഇലക്ട്രോലൈറ്റ് ബാലൻസ്, നമ്മളുടെ BP കൺട്രോൾ, അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം കിഡ്നി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ബേസിക്കലി നമ്മൾ ഇത്തരം പേഷ്യൻസിൽ ഡയബറ്റിക് ആയിട്ടുള്ള റിനൽ ഫെയിലിയർ ഏത് സ്റ്റേജ് ആണെങ്കിലും ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യുന്ന ഡയബറ്റീസിൻ്റെ മരുന്ന് നിർത്തിക്കൊണ്ട്, അതായത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിൽ എൻ്റെ ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ എക്സ്റ്റെൻറ്റ് അനുസരിച്ചും അതിനൊപ്പം ടൈപ്പ് 2 ഉണ്ടോ. മിക്കവാറും ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻറ്റും ഈ നിലയിലൊക്കെ എത്തിയവർക്ക് ടൈപ്പ് 1 ഡയബറ്റീസുകാർക്കും ടൈപ്പ് 2 കൂടെ ഉണ്ടാകും, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസും കൂടെ ഉണ്ടാകും. പക്ഷേ ടൈപ്പ് 1, ടൈപ്പ് 2 ഇതെല്ലാം കൂടെ ഒന്ന് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ യൂഷ്വലി കാണുന്നത് ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻസ് ആണ്. ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻസിൽ ഡയബറ്റീസിൻ്റെ എല്ലാ മരുന്നുകളും നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ നിർത്താം. ഇൻസുലിൻ എത്ര വർഷമായിട്ട് എടുത്തവരാണേലും, മെഡിസിൻസ് 10, 20, 30, 40 എത്ര വർഷമായിട്ട് എടുത്തിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിലും എല്ലാ മരുന്നും, അതായത് നമ്മൾ നോക്കുന്നതിന് മുമ്പ് ഇൻസുലിൻ ലെവലും C-പെപ്റ്റൈഡ് ലെവലും നോക്കിയിട്ടായിരിക്കും തുടങ്ങുന്നത്. C-പെപ്റ്റൈഡ് ഇൻസുലിൻ നോർമൽ ആയിട്ടുള്ളവർക്ക് എല്ലാ ഡയബറ്റിക് മെഡിസിൻസും നിർത്താം. പിന്നെ യൂഷ്വലി ഈ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ വിതിൻ എ വീക്ക് 2-3 ദിവസം ആകുമ്പോൾ തന്നെ BP കുറഞ്ഞു വരാൻ തുടങ്ങും. അപ്പോൾ തന്നെ നമ്മൾ BPയുടെ മരുന്നുകൾ കുറച്ചുകൊണ്ട് വരിക എന്നുള്ളത് ഓരോന്നായിട്ട് ഇത് ചെയ്യുകയാണ്. ഈവൻ BP കുറയുന്നില്ലെങ്കിൽ ചില പേഷ്യൻ്റ് റെസിസ്റ്റൻ്റ് ആയിരിക്കും. BP കുറയുന്നില്ല, അതായത് BPയുടെ മരുന്ന് എടുത്തിട്ടും BP പൊങ്ങി നിൽക്കുകയാണെങ്കിൽ അവരുടേതാണേലും ഓരോ മരുന്ന് വെച്ച് വിത്ഡ്രോ ചെയ്യാൻ നോക്കും. അപ്പം BPക്ക് മരുന്നെടുത്തിട്ടും BP കൂടി നിൽക്കുകയാണെങ്കിൽ പിന്നെ അതിന് മരുന്നെടുക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം ഈ മരുന്നെല്ലാം കൂടെ കിഡ്നിക്ക് ദോഷമാണ് ചെയ്യുന്നത്. അപ്പം പലപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ BPയുടെ മരുന്നെല്ലാം കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടാണ് BP നോർമൽ ആകാൻ തുടങ്ങുക. അപ്പം നമ്മളുടെ ബോഡി തന്നെ ഈ മരുന്നിങ്ങനെ കഴിച്ച് തന്നെ എങ്ങനെയെങ്കിലും BP കൂട്ടി നിർത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് BP ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പം യൂഷ്വലി വിതിൻ എ മന്ത് ഈ കിഡ്നി പേഷ്യൻസ് ആയിട്ടുള്ള ഫെയിലിയർ ആണെങ്കിലും ഏത് ലെവലുള്ളവരുടെ ആണെങ്കിലും മറ്റ് മരുന്നുകളെല്ലാം തന്നെ കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റും. കൊളസ്ട്രോളിൻ്റെ മരുന്നും ഒക്കെ ഒന്ന് കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും രോഗമുണ്ട് അതിൻ്റെ മരുന്നും കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. യൂഷ്വലി ഈ മരുന്ന് കുറച്ച് കൊണ്ട് കഴിയുമ്പോൾ തന്നെ പേഷ്യൻസിന് നല്ല ആശ്വാസമാകും. ഇപ്പോൾ ഒരു 8th ഡേയിൽ വിസിറ്റ് വരുമ്പോൾ തന്നെ ഈ നീർക്കെട്ട് ഇങ്ങനത്തെ എല്ലാം കുറഞ്ഞിട്ട് മൊത്തത്തിൽ ക്രിയാറ്റിൻ ചിലപ്പോൾ കുറയാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ഇതിനകത്ത് നൽകുന്ന ഫുഡിലാണെങ്കിലും കുറച്ച് പ്രോട്ടീൻ ഉണ്ടാവും. അപ്പോൾ പ്രോട്ടീൻ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യാതെയാണ് അത് ഇടുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ക്രിയാറ്റിൻ ഇത്തിരി കൂടുമായിരിക്കും ചെയ്യുന്നത്, പേഷ്യൻ്റ് പക്ഷേ കംഫർട്ടബിൾ ആയിരിക്കും, ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് എല്ലാം കുറഞ്ഞുകൊണ്ട് വരും. പിന്നെ നെക്സ്റ്റ് സ്റ്റേജിൽ ചിലപ്പോൾ ഇച്ചിരി താമസിച്ചെന്നിരിക്കും, ക്രിയാറ്റിൻ കുറഞ്ഞു വരാനായിട്ട് ചിലപ്പോൾ ഇച്ചിരി താമസം വന്നെന്നിരിക്കും. ഏർലി സ്റ്റേജിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഫാസ്റ്റായിട്ട് വരും. ഇപ്പം നമ്മൾ ക്രിയാറ്റിൻ കുറയ്ക്കുക എന്നുള്ളതല്ല, നമ്മൾ രോഗിക്ക് കംഫർട്ട് ആകുക എന്നുള്ളതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓവറോൾ എല്ലാ മരുന്നുകളും ഇല്ലാതെ പേഷ്യൻ്റ് മരുന്നില്ലാതെ ബ്ലഡ് പാരാമീറ്റേഴ്സ് എല്ലാം കറക്റ്റ് ചെയ്യുക. ക്രിയാറ്റിൻ കൂടാതെ കൂടിയാലും ഇത്തിരി വല്ലോ, ഇപ്പം 5.5 നിൽക്കുന്ന ആൾ 6ലേക്ക് വന്നാലും കുഴപ്പമില്ല, ബാക്കി പാരാമീറ്റേഴ്സ് എല്ലാം കറക്റ്റ് ചെയ്യാം. പിന്നെ ഫൈനലി ആണ് നമ്മൾ ക്രിയാറ്റിൻ്റെ കറക്ഷനിലേക്ക് പോകുന്നത്. റിനൽ ഫങ്ഷൻ്റെ എക്സാക്ട് കറക്ഷൻ കിട്ടണമെങ്കിൽ ബാക്കി മരുന്നുകളെല്ലാം തീർന്ന് പിന്നെ നമ്മൾ സ്കിന്ന് വഴി സ്വെറ്റ് ചെയ്ത് വേസ്റ്റ് കളയാൻ നോക്കും. പിന്നെ പലർക്കും ഉണ്ടാവും ഈ ടോക്സിക് എലമെൻറ്റ്സ്, ഇപ്പം ആർസനിക്, ടിന്ന്, ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ ഇങ്ങനത്തെ പേഷ്യൻസിന് കൂടുതലായിരിക്കും. അപ്പം അങ്ങനത്തെ എല്ലാം കൂടെ കളഞ്ഞ് ഒരു ചിലർക്ക് ക്രിയാറ്റിൻ്റെ അളവ് കുറഞ്ഞു വരാനായിട്ട് ചിലപ്പോൾ 2-3 മാസം തന്നെ എടുത്തെന്ന് വരാം. പക്ഷേ പ്രത്യേകിച്ച് ഫെയിലിയറിലുള്ളവർ എന്തിന് നെക്സ്റ്റ് ക്രിയാറ്റിൻ കുറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു പെർസെൻറ്റേജിനും ക്രിയാറ്റിൻ പെട്ടെന്ന് തന്നെ കുറയാറുണ്ട്.
അപ്പോൾ ചിലരെന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, ഓ എൻ്റെ ക്രിയാറ്റിൻ കൂടി എന്നാൽ പിന്നെ എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞ് നിർത്തിപ്പോകുന്ന കാണാറുണ്ട്. പക്ഷെ ചിലർ ചിലപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ ക്രിയാറ്റിൻ ഇച്ചിരി ചിലപ്പോൾ കൂടാന്ന്, അതിന് പേടിക്കേണ്ട കാര്യമില്ലാന്ന്. അങ്ങനെ പറഞ്ഞ് റിലാക്സ് ചെയ്ത് നിൽക്കുന്നവർക്ക് പതുക്കെ ഗ്രാജുവലി അത് കുറഞ്ഞു വരും. ഇപ്പം നമ്മൾ ക്രിയാറ്റിൻ മാത്രമല്ല, ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നമ്മുടെ ക്രിയാറ്റിൻ ഈസ് എ വേസ്റ്റ് പ്രോഡക്റ്റ്. അത് നമ്മുടെ പ്രോട്ടീൻ ഉപയോഗിക്കുന്നുണ്ടോ, അപ്പം നമുക്ക് അത് വന്നെന്നിരിക്കും. പിന്നെ ചിലർ നമ്മൾ ക്രിയാറ്റിൻ കുറയാതെ നിൽക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോഴായിരിക്കും അവർ ഓവറായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നതിനേക്കാളും കൂടുതൽ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എക്സസൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ ക്രിയാറ്റിൻ കൂടുന്നു എന്ന് കാണുകയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി അത് പതുക്കെ കുറച്ചുകൊണ്ട് വരണം. അപ്പം അതിന് പ്രത്യേകിച്ച് റീനൽ ഫെയിലിയർ 5 ഏത് റീനൽ സ്റ്റേജിൽ നിൽക്കുന്നവരാണേലും, ഇപ്പം ക്രിയാറ്റിൻ റീനൽ ഫെയിലിയർ 3യും 2ഉം 3യും 4ഉം ഒന്നും ഉള്ളവർ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിയാറ്റിനും കൂടിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. ബാക്കി പാരാമീറ്റേഴ്സ് നോക്കി സമാധാനമായിട്ട് നമുക്ക് ക്രിയാറ്റിൻ കുറച്ചുകൊണ്ട് വന്നാൽ മതിയാവും. ക്രിയാറ്റിൻ കുറയ്ക്കുന്നതിനേക്കാളും നമ്മൾ മരുന്നിൽ നിന്ന് മോചനം നേടുന്നതിനാണ് നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മരുന്നെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ ക്രിയാറ്റിൻ ഫോക്കസ് ചെയ്യുന്നത്. ക്രിയാറ്റിൻ ഡെഫിനറ്റ്ലി ഒത്തിരി കൂടി പോകാൻ പാടില്ല. പക്ഷെ ഒരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയെന്നും കരുതി നമ്മൾ ഒരു യൂണിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും വെപ്രാളം പിടിക്കേണ്ട കാര്യമില്ല. അപ്പം അതിൽ സമാധാനമായിട്ട് നിന്ന് അതിൻ്റെ റീസൺസ് കണ്ടുപിടിച്ച്, നമ്മൾ ചില ഫുഡൊക്കെ ചിലർക്ക് പറ്റാത്തതുണ്ടാകും. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിന് ഈസിയാണ് കമ്പാരിറ്റീവ്ലി, ഡയബറ്റീസ് മാത്രം കൊണ്ടാണ്. പക്ഷെ ചിലപ്പോൾ ഡയബറ്റീസ് കൊണ്ട് മാത്രമാവില്ല, പ്രഷറും ചിലപ്പോൾ ഈവൻ അതിൻ്റെ കൂടെ IgA നെഫ്രോപ്പതി ഉണ്ടാകും. ഈ വെരി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പേഷ്യൻസ്, റീനൽ ഫെയിലിയർ പേഷ്യൻറ്റിന് അതിൻ്റെ ഒപ്പം തന്നെ മൾട്ടിപ്പിൾ കാരണങ്ങളായിരിക്കും അവരുടെ കിഡ്നിയെ നശിപ്പിച്ചിരിക്കുന്നത്. IgA നെഫ്രോപ്പതിയൊക്കെയാണ് നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ടു ട്രീറ്റ്. ഡയബറ്റീസ് മാത്രമുള്ള, ഡയബറ്റീസ് കൊണ്ട് വന്നതാണ്, ഡയബറ്റീസ് കൺട്രോളായി, പ്രത്യേകിച്ച് ഏർലി സ്റ്റേജ്. ഇപ്പോൾ ഒരു ഡയബറ്റീസ് നമ്മൾ അറിഞ്ഞപ്പോൾ 40 ഒക്കെ ഉള്ളൂ ഒക്കെ ഇതെങ്കിൽ അത് ചിലപ്പോൾ 90 ഈവൻ 100 മുകളിൽ വരുന്നവരെയും കാണാറുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ അത് മാറുന്നില്ലെങ്കിൽ, അതായത് പെട്ടെന്ന് GFR കൂടി, ഷുഗർ കൺട്രോളായിട്ടും GFR കൂടി വരുന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് എൻഡ് സ്റ്റേജ് 5-ലെത്തിയവരല്ലെങ്കിൽ അവർക്ക് വേറെ പാരാമീറ്റേഴ്സും കൂടെ അല്ലെങ്കിൽ വേറെ ഫാക്ടേഴ്സ്, പ്രത്യേകിച്ച് ഓട്ടോ ഇമ്മ്യൂൺ നെഫ്രോപ്പതിയും കൂടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അവരുടെ കുറച്ചും കൂടി കൂടുതൽ നാളെടുക്കേണ്ടി വരും. കൂടുതൽ നാൾ സപ്പോർട്ട് എടുത്താൽ മാത്രമേ അവരുടെ കിഡ്നി, പ്രത്യേകിച്ച് 5-ലൊക്കെ വന്നവരുടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരെ ഡയാലിസിസിലേക്ക് പോകാതെ നോക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ കിഡ്നി ഫങ്ഷനും ഒക്കെ ആയി ഇഷ്ടംപോലെ പ്രോട്ടീനും ഇഷ്ടംപോലെ പഴങ്ങളും ഒക്കെ കഴിക്കാവുന്ന ഒരു സ്റ്റേജിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേജ് 5 എത്തിയവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതേസമയത്ത് സ്റ്റേജ് 3യോ ഈവൻ 4-ലൊക്കെ എത്തിയവർക്ക് പോലും ചിലപ്പം മോഡറേറ്റ് ഒരു നോർമൽ ഡയറ്റ്, അതായത് സാധാരണ കാര്യങ്ങൾ അത്യാവശ്യമൊക്കെ കഴിച്ച് നടക്കാനുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. 3-ലൊക്കെ വെച്ച് കണ്ടുപിടിച്ചാൽ തന്നെ ഒരു ഈസി ആയിരിക്കും. പക്ഷേ 4ഉം 5ഉം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് ലോങ് കുറേ റെസ്ട്രിക്ഷൻസ് ഫോളോ ചെയ്യേണ്ടി വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. 5 ആണെങ്കിൽ പ്രത്യേകിച്ചും എല്ലാ കാര്യങ്ങളും നോക്കണം. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മൾ പേഷ്യൻസ് കാണിക്കുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്, കിഡ്നി പ്രോബ്ലം വന്നു കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വെള്ളം അങ്ങ് നിർത്തും. നമ്മൾ ഇതിൽ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അങ്ങനെയല്ല. നമ്മൾ നീരൊക്കെ ഉണ്ടെങ്കിൽ നീര് പുറത്തേക്ക് കളയാൻ, വെള്ളം പുറത്തേക്ക് കളയാനുള്ള വെരി ഇഫക്റ്റീവ് മെഡിസിൻസ്, അത് മോഡറേറ്റ് ആയിട്ട് അതും ചിലപ്പോൾ യൂസ് ചെയ്തുകൊണ്ട്, വെള്ളത്തിൻ്റെ അല്ല ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന റീനൽ പേഷ്യൻസിനറിയാം വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴാണ്. അപ്പോൾ നമ്മളിപ്പോഴും ഒരു 1500 ml യൂറിൻ, 1.5 ലിറ്റർ യൂറിൻ പോകണം, അതിനുള്ള വെള്ളം കുടിക്കാനാണ് പറയുന്നത്. അപ്പോൾ 1500 ml യൂറിൻ പോകുന്ന ഒരാൾക്ക് ഭക്ഷണത്തിൽ കൂടെ ഒരു 2200, 300 ഈവൻ സ്റ്റീം ബാത്തും കൂടെ എടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു 2500 ml വെള്ളം വരെ എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്ത് അവരുടെ ഇലക്ട്രോലൈറ്റ് ബാലൻസും കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു റീസണബിളി കംഫർട്ടബിളായിട്ട് ഈവൻ സ്റ്റേജ് 5-ലുള്ളവർക്ക് പോലും ഡയാലിസിസ് ഒഴിവാക്കി പോകാൻ പറ്റുന്നതുള്ളതാണ് സാധാരണ നമ്മൾ കാണുന്നത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും
അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കും ആണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാവും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30-നുള്ള ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നതും നല്ലതാണ്. താങ്ക് യു.